തൃശൂർ മുണ്ടൂരിലുണ്ടായ തീപിടുത്തത്തിന് പിന്നിൽ മുൻ ജീവനക്കാരൻ ഓയിൽ ഗോഡൌൺ മുൻ ജീവനക്കാരൻ ടിറ്റോ തീവെക്കുകയായിരുന്നു. വിവരങ്ങളുമായി സൂരജ് ചെയ്യുന്നു. സൂരജ്, സ്ഥാപനത്തിന് തീവെക്കാനും മാത്രം മുൻ ജീവനക്കാരൻ സ്ഥാപനത്തോടുള്ള പ്രതികാര കാരണം എന്താണ്? ഹാഷ്മി, സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടതിലുള്ള വൈരാഗ്യമാണ് ഇത് തീവെക്കുന്നതിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് പുലർച്ചെ എത്തി ഈ സ്ഥാപനത്തിന് തീവെക്കുകയായിരുന്നു. തീവെച്ച ശേഷം ടിറ്റോ തോമസ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ആ സമയം മുതൽ തന്നെ നാട്ടുകാരടക്കം ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. തീ കത്തുന്നതിനുള്ള ഒരു സാഹചര്യമില്ല, ഇത് ബോധപൂർവമുള്ള തീപിടുത്തമാണോ എന്ന സംശയങ്ങളൊക്കെ നാട്ടുകാർ തന്നെ രാവിലെ പ്രകടിപ്പിച്ചിരുന്നതാണ്. അതിനിടയിലാണ് ഈ ടിറ്റോ തോമസ് മെഡിക്കൽ കോളേജ് പോലീസിന് എത്തി കീഴടങ്ങിയിരിക്കുന്നത്. ടിറ്റോ തോമസ് പറയുന്നത് ഈ സ്ഥാപനത്തിന്റെ ഉടമയുമായി തനിക്ക് വൈകാരിക ബന്ധമുണ്ടായിരുന്നു. അതിനിടയിലാണ് തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഇതിലുള്ള മനോവിഷമത്തിലാണ് ഈ സ്ഥാപനത്തിന് തീ വെച്ചതെന്നുള്ളതാണ് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. വലിയ പൊട്ടിത്തെറി അടക്കം ഈ ഓയിൽ ഗോഡൌണിൽ ഉണ്ടാവുകയും ചെയ്തു. ഏറെ നേരം, അതായത് 8 യൂണിറ്റ് ഫയർഫോഴ്സ് ഒക്കെ എത്തിയാണ് ഈ ജീവനക്കാരന്റെ മനോവിഷമത്തിലുണ്ടായ തീ കെടുത്തുന്നതിന് വേണ്ടി 8 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് എത്തിയത്. വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി. എന്തായാലും പ്രതിയായിട്ടുള്ള ടിറ്റോ തോമസ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിന്റെ അടുത്താണ് കീഴടങ്ങിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടതിലുള്ള മനോവിഷമത്തിലാണ് ഈ തീ വെച്ചതെന്ന മൊഴിയാണ് ഇപ്പോൾ പ്രതി നൽകിയിരിക്കുന്ന ഹാഷ്മി. ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇയാളെ സ്ഥാപനത്തിൽ നേരത്തെ പിരിച്ചുവിട്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ ഓയിൽ ഗോഡൌൺ ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജീവനക്കാരൻ തീടുകയാണ്. അത് കാര്യമായി തന്നെ അയാളുടെ പ്രതികാരത്തിന്റെ തീ ആളിപ്പടരുകയും ചെയ്തു. ഇനിയിപ്പോൾ ടിറ്റോ പോലീസിന്റെ കസ്റ്റഡിയിലാണ്.